തരൂരിൻ്റെ ഒരു തന്ത്രമാണോ എന്നാണ് ചോദ്യം. ജിമ്മി, ഇത് ആദ്യമായിട്ടല്ല. 2015 മുതൽ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി പലപ്പോഴും BJPക്ക് ഒരു അവസരമൊരുക്കി കൊടുക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് തന്ത്രമാണോ തരൂരിൻ്റെ? ഈ ആദ്യത്തെ തരൂരിൻ്റെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രതികരണം 2015-ലാണ്. 2015 ശശി തരൂർ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്ത് എവിടെ പോയാലും അദ്ദേഹത്തെ എല്ലാവരും ഗംഭീരമായി സ്വീകരിക്കുന്നു, കൊള്ളാമെന്ന് പറയുന്നു. കോൺഗ്രസ് മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ ഞെട്ടി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇന്ത്യൻ ഒരു രാഷ്ട്രീയ രീതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇങ്ങനൊരു ഭംഗിവാക്ക് നമ്മൾ കേട്ടിട്ടില്ല. തരൂരിൻ്റേത് തന്ത്രമാണെന്ന് വെച്ചാൽ ഇപ്പോൾ മാത്രമല്ല, എല്ലാ കാലത്തും തരൂരിൻ്റേത് തന്ത്രമാണ്. തരൂർ ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണ്. ഈ പ്രൊഫഷണൽസിൻ്റെ പ്രത്യേകത നല്ല ജോലി എവിടെ കിട്ടുന്നു അങ്ങോട്ടേക്ക് മാറുക, നന്നായി ജോലി ചെയ്യാൻ പറ്റുക, ജോലി ചെയ്യേണ്ട ഒരു അവസരം കിട്ടിയാൽ അതാണ് വലിയ കാര്യം. അതിന് കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നോ ഒരു വ്യത്യാസവുമില്ല. എന്ന് മാത്രമല്ല, ഈ BJP സ്തുതിക്ക് മുമ്പ് ഞാൻ ഉത്തരവാദിത്തോട് പറഞ്ഞു, 2014 ഇടതുമുന്നണിയിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും എൻ്റെ സാധ്യത എന്ന് ഇടതുമുന്നണി നേതാക്കളുമായി ചർച്ച ചെയ്ത ആളാണ് ശശി തരൂർ. ഓർമ്മയുണ്ടാവും, അന്ന് വലിയ ശശി തരൂർ മറുകണ്ഠം ചാടുമെന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ, അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായ ഒരു കാലം കൂടിയാണ്. ശശി തരൂരിൻ്റെ ഒരു അവസരം നോക്കൂ. കഴിഞ്ഞ 2 തവണ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് നിന്നും ജയിപ്പിച്ചത് ഇടതുപക്ഷത്തെ വോട്ടുകൾ കൂടിയാണ്. എങ്ങാനും BJP ജയിക്കുമോ എന്ന ഒരു ആശങ്കയിൽ ശശി തരൂരിന് വേണ്ടിയിട്ട് LDFിലെ ഒരു പ്രധാനപ്പെട്ട അനുഭാവികളുടെ ഒരു വലിയ ബ്ലോക്ക് മറിഞ്ഞിട്ടാണ് തരൂരിനെ വോട്ട് ചെയ്തത്. അതേ ശശി തരൂരാണ് 2015 മുതൽ, അതായത് ഈ ജനം മാറി വോട്ട് ചെയ്യുന്നതിന് മുമ്പ് മുതൽ BJP അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തരൂരിന് അതൊരു വിഷയമല്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഇവിടെ എങ്ങനെ ജനിക്കേണ്ട ആളല്ല, ഞാൻ മലയാളിയേ അല്ല എന്നുള്ളതാണ്. ഒന്നോർത്ത് നോക്കൂ, ശശി തരൂർ എത്ര പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തിട്ടുണ്ട്, എത്ര തവണ സമാധാനമായി മാധ്യമങ്ങളോട്, കേരളത്തിലെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ശശി തരൂരിൻ്റെ വീടിന് മുമ്പിൽ മാധ്യമങ്ങൾ കാത്തിരിക്കും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണാം, നാഷണൽ TV ശശി തരൂർ വിശദമായി 1/2 മണിക്കൂറും 3/4 മണിക്കൂറും ഇൻ്റർവ്യൂ എടുക്കും. തരൂർ മലയാളിയല്ല. തരൂരിനെ കുറിച്ച് കരുതുന്ന തരൂർ വേറെ എവിടെയൊക്കെയോ ജനിക്കേണ്ട, വേറെ എന്തൊക്കെയോ ആവേണ്ട മനുഷ്യനെന്നാണ്. ബിക്കോസ് ഹീസ് എ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ, ഹീസ് എ പ്രൊഫഷണൽ ഓപ്പർച്യൂണിസ്റ്റ്, ഹീസ് എ പ്രൊഫഷണൽ അവിടെ ചെന്ന് നിർത്തുകയാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു DNA. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ അവസരങ്ങൾ അവസാനിക്കുകയാണ്. അത് ഏറ്റവും അവസാനം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക മാത്രമല്ല, അതിനുശേഷം ശശി തരൂർ അദ്ദേഹത്തെ കേരളത്തിലെ ഒരു പ്രധാന ചീഫ് മിനിസ്റ്റർ സ്ഥാനാർത്ഥിയായി ഒന്ന് അവതരിപ്പിച്ച് നോക്കാൻ വരെ ശ്രമിച്ചതാണ്. അതും പാളി. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ അവസരം? കോൺഗ്രസിൽ പ്രത്യേകിച്ച് അവസരമൊന്നുമില്ല. BJPക്ക് ശശി തരൂരിനെ കൊണ്ട് ആവശ്യമുണ്ടോ? ഞാൻ കരുതുന്നു ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് പുണ്ണാക്കുന്നതാണ് BJPക്ക് എപ്പോഴും നല്ലത്. ഇത്രയും കാലം വൈ ഐ ആം എ ഹിന്ദു അടക്കമുള്ള പുസ്തകങ്ങളിൽ ശശി തരൂരിന് നാളെ രാവിലെ പോയി BJPയിൽ ചേരാൻ പറ്റുമോ, അത് പാടല്ലേ എന്നൊക്കെ കരുതുന്നവരുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഈ IAS IPS കേഡറുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്കറിയാമല്ലോ, ഒരു പ്രധാനപ്പെട്ട പഴയ IAS ഉദ്യോഗസ്ഥൻ CPMൽ നിന്ന് MLA ആവുകയും അത് കഴിഞ്ഞിട്ട് BJPയിൽ ചേരുകയും ചെയ്തു. അൽഫോൺസ് കണ്ണന്താനം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ആനന്ദ ബോസ് ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം രാഷ്ട്രീയക്കാർക്കൊന്നും വിവരമില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിവരവും ബുദ്ധിയുമുണ്ട്, ഞങ്ങളൊക്കെ പഠിച്ച് വിവരമുള്ളവരാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം തരൂ എന്നാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യും. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ഒരു അവസരം BJP കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശശി തരൂർ മനസ്സായ തയ്യാറായി നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാം. ശശി തരൂർ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, എന്നെ ആരും വിളിച്ചില്ല, ഒരു മിസ് കോൾ പോലും അടിച്ചില്ല, തിരിച്ച് ഒരാൾ പോലും ചോദിച്ചില്ലല്ലോ. അല്ല സാറേ, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോ? ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്, ബൈ ഇലക്ഷനാണ്, നിങ്ങൾ ആ സമയത്ത് വിദേശത്ത് പോയി, നിങ്ങളൊന്ന് വിളിക്കണ്ടേ? നിങ്ങളുടെ നാടല്ലേ, നിങ്ങളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പല്ലേ, നിങ്ങളുടെ നാട്ടിലെ മത്സരമല്ലേ, നിർണായക പോരാട്ടമല്ലേ, താങ്കൾ വിളിച്ചോ? ആരും ചോദിക്കില്ല. കാരണം ശശി തരൂരിനെ പോലെ നമ്മളും വിചാരിക്കുന്നത് ശശി തരൂർ എന്തോ മഹാനായ ഇതിനൊക്കെ അതീതനായൊരു മനുഷ്യനാണെന്നാണ്. അല്ല, പൊളിറ്റീഷ്യനാണെങ്കിൽ വെയിൽ കൊള്ളണം, പൊളിറ്റീഷ്യനാണെങ്കിൽ നിലത്തിറങ്ങണം, പൊളിറ്റീഷ്യനാണെങ്കിൽ മനുഷ്യരോട് സംസാരിക്കണം, കേരളത്തിലെ മാധ്യമങ്ങളോട് സംസാരിക്കാത്ത, കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് ഇടപെടാത്ത, സ്വന്തം പാർട്ടിയുടെ കൂടെ ഇടകളിൽ നിൽക്കാത്ത ശശി തരൂർ എന്ന പ്രൊഫഷണൽ ഏത് വഴിക്കും പോകും. അതിന് ഏത് തന്ത്രവും പറ്റും. ആ തന്ത്രം വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ കരുതുന്നത്, പറഞ്ഞു കേൾക്കുന്നത് BJP ശശി തരൂരിന് വേറെന്തൊക്കെയോ പദവികൾ ഓഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ശശി തരൂരിനെ കുറിച്ച് കരുതുന്നതനുസരിച്ച് അങ്ങനെ ചെറിയ പദവിയൊന്നും പോരാ. ഒരു പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയോ പദവിയൊക്കെയാണ് വേണ്ടത്. അതില്ലാത്തിടത്തോളം കാലം ശശി തരൂർ മോദിയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അത് തന്ത്രമാണ്. തന്ത്രം വിജയിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
Meet the editors.